ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത് ശരിക്കും ഒരു റിസ്ക് ഉള്ള ഒരു പരിപാടിയാണല്ലോ, സൂക്ഷ്മമായി നിരീക്ഷിക്കണം. കാരണം ഇപ്പൊ പണ്ടൊക്കെ ഇത്തരത്തിൽ പരിഭാഷ ചെയ്യുമ്പോൾ നമുക്ക് കോമഡി ആയി തോന്നിയിരുന്നു. മുൻപുള്ള സിനിമകളൊക്കെ, ചില അല്ലു അർജുൻ സിനിമകളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ട് പറയുന്നു, അയ്യോ ഇതിൻ്റെ ചില ഡയലോഗ് എന്താ ഇങ്ങനെ, കൃത്രിമത്വം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, പക്ക ആ നടന്മാർ പറയുന്ന അതേ ഒരു നമുക്ക് അത്ര അടുപ്പം തോന്നുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഒരു ഡബിങ്. എങ്ങനെ അത് മാറി? അല്ല, ഇപ്പം മാറിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിനിമകളെല്ലാം തന്നെ എല്ലാ ലാംഗ്വേജിലും ഒരേ സമയം റിലീസ് ചെയ്യാൻ തുടങ്ങി. പ്രൊഡക്ഷൻ തന്നെ അത് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി. അപ്പം നമുക്ക് അതിൻ്റെ ഇൻപുട്സ് കൃത്യമായിട്ട് കിട്ടും. എന്താണ് അവിടെ സീനിൽ ഉപയോഗിക്കുന്നത്, എന്ത് തരത്തിലാണ് ഡയലോഗ്. ഇപ്പോൾ പൊന്നിയിൻ സെൽവൻ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതിയ ഡയലോഗ് മണിസാറിനെ വായിച്ച് കേൾപ്പിച്ച് അദ്ദേഹം അതിന് നമ്മളോട് സജഷൻ, അദ്ദേഹത്തിൻ്റെതായ ഗൈഡൻസ് തന്നതിന് ശേഷമാണ് നമ്മളത് എഴുതിയിട്ടുള്ളത്. ശങ്കർ രാമകൃഷ്ണൻ സാറാണ് ഡയലോഗ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തെ വായിച്ച് കേൾപ്പിച്ചു. അദ്ദേഹം ഇന്ന കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതെല്ലാം ഇതിൽ വന്നിട്ടുണ്ടല്ലോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ ഡബ് ചെയ്യുന്നത്. അതുപോലെ ഓരോ ലിപ്പ്, എന്താ പറയുക, ഓപ്പണിംഗ്, ക്ലോസിംഗ്, അത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ശരിക്കും നിങ്ങൾ സംവിധായകരോടും നടന്മാരോടും ഒക്കെ അങ്ങനെ സംസാരിക്കുമോ ഇത് ചെയ്യുന്നതിന് മുൻപേ? അല്ല, ഇത്തരം സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സംസാരിക്കാറുണ്ട്. കാരണം ഇങ്ങനെയുള്ള അവരെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് വിഷ്വലിൽ നിന്ന് മാത്രം കിട്ടണമെന്നില്ല. ചില ഡയലോഗുകൾ, ചില തെലുഗുവിലുള്ള കാര്യം ചിലപ്പോൾ വലിയ ഡയലോഗുകളായിരിക്കും, ചെറിയ ഒരു ഡയലോഗിലായിരിക്കും അവരിതെല്ലാം കൺവേ ചെയ്യുന്നത്. അപ്പം നമുക്കത് എന്താണെന്ന് അറിഞ്ഞ് എഴുതിയില്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ ഇതെല്ലാം പ്രശ്നം. അതുപോലെ നമ്മൾ ഈ കാണുന്ന പൂർണ്ണമായ ഒരു സിനിമയുടെ രൂപത്തിലായിരിക്കും ഡബ് ചെയ്യാൻ തരുന്നത്. പലതരത്തിലും VFX-ന്റെ ഷോട്ടുകൾ വരാനുണ്ടാവും. അപ്പോൾ ഒരു ഡയലോഗ് ഇവിടെ പറഞ്ഞതിൻ്റെ കണക്ഷൻ ചിലപ്പോൾ ദൃശ്യമായിട്ട് പിന്നീട് കാണിക്കുമ്പോഴായിരിക്കും പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നത്. ചിലപ്പോൾ നമുക്കത് മനസ്സിലാവണമെന്നില്ല. വിഷ്വല് മാത്രം വെച്ച് നമുക്ക് എഴുതാനും പറ്റില്ല. അപ്പോൾ അതിന്റെ എല്ലാ ക്ലാരിറ്റിയും വരുത്തിയതിന് ശേഷമാണ് നമ്മൾ സ്ക്രിപ്റ്റിന്റെ പരിപാടി. കൽക്കി ശരിക്കും അതിന്റെ ഒരു എക്സ്ട്രീം വേർഷനാണ്. കാരണം കൽക്കി നമ്മൾ ചെയ്യുന്ന ഡബിംഗ് വേർഷൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആരും കണ്ടാലും ഒന്നും മനസ്സിലാവില്ല. കാരണം ഒന്നുമില്ല മീൻസ് ഇതെല്ലാം ഇപ്പോൾ ഫുൾ ക്രോമയിലാണ് ചെയ്തിട്ടുള്ളത്. ഫുൾ എല്ലാം റോ ഫുട്ടേജ് ആണ്. ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ഷോട്ടുകളെല്ലാം CG ആണ്. അപ്പോൾ അത്രയും CGക്ക് ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയാണ്. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് CG വന്നിട്ടുള്ള സിനിമകളിൽ ഒന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ് ഔട്ട് വരുന്നത് പോലും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ അവരുടെ ഒരു ഇൻസ്ട്രക്ഷനും നമുക്ക് തന്നിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഞങ്ങളും തിയേറ്ററിൽ വരുമ്പോഴാണ് പരിപാടി കാണുന്നത്, തിയേറ്ററിൽ വന്നതിന് ശേഷമാണ്. പിന്നെ ഇത് കൽക്കയെ സംബന്ധിച്ച് പറയാനുള്ളൊരു കാര്യം, ഇതൊരു 7 ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത സിനിമയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളി. അതെ, ഇപ്പോൾ പൊന്നിയിൻ സെൽവന്റെ കഥ പറയുകയാണെങ്കിൽ ഒരു ഡബ്ബിംഗ് സിനിമ ഇതുവരെ കേരളത്തിലോ അല്ലെങ്കിൽ എനിക്കറിയില്ല അത്ര ആൾക്കാർ 400 മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ഡബ്ബിംഗ് സമയം എന്ന് പറയുന്നത്. അത്രയും സമയം ഉണ്ടായിരുന്നു. നമ്മൾ അത്രയും സമയം ചെലവഴിച്ച് കൃത്യമായി ഓരോ ആർട്ടിസ്റ്റുകൾ, ഒരു ചെറിയ ഡയലോഗ് പറയുന്ന ആർട്ടിസ്റ്റിന് 15 പേരെ 16 പേരെ ഓഡിഷൻ ചെയ്ത്, അത് മീൻസ് പല കാരണങ്ങൾ കൊണ്ട് അവരെ മാറ്റിയിട്ട്, അതുകൊണ്ടാണ് അത്രയും കൃത്യത അതിൽ വന്നത്. പ്രേക്ഷകർക്ക് അത് അടുപ്പം തോന്നുന്നത്. ഇപ്പൊ നമുക്ക് ഭാഷ മാറിയെങ്കിലും അതിന്റെ ഒരു ഒറിജിനാലിറ്റി ഒന്നും നഷ്ടപ്പെടാതെ പ്രേക്ഷകർക്ക് അത് ആസ്വദിക്കാൻ കഴിഞ്ഞു. അപ്പൊ ഇനി ഈ ഏത് ഡയലോഗ് നമുക്ക് പറയാൻ പറ്റും പ്രേക്ഷകർക്ക് വേണ്ടി? ഏതായാലും കുഴപ്പമില്ല, സിനിമ കണ്ട ആളുകൾക്ക്. അല്ല, ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്ന ബാഹുബലിയിൽ ഡയലോഗാണ്. അത് ഏത് ഉറക്കത്തിൽ വിളിച്ചാലും പറയാൻ പറ്റുന്ന ഒരു ഡയലോഗാണ്. ബാഹുബലിയിൽ പ്രഭാസിന്റെ 1-2 ഡയലോഗ് പറയാമോ? അമരേന്ദ്ര ബാഹുബലിയായ ഞാൻ മകിഴ്മതി പ്രജകളുടെ ജീവനും സമ്പത്തും അഭിമാനവും സംരക്ഷിച്ചുകൊള്ളാമെന്ന് രാജമാതാ ശിവകാമി ദേവി സാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുന്നു. ഇപ്പോൾ മൊഴിമാറ്റം മാത്രം നടത്തിയ പോരല്ലോ, ചില കൊളോക്കിയലായിട്ടുള്ള ലാംഗ്വേജിലൊക്കെ ആയിരിക്കില്ലേ ചിലപ്പോൾ അവരുടെ ഒരു സംസ്ഥാനത്ത് അവിടെ ജില്ലയിൽ ഒരു പ്രാദേശികമായ ഭാഷയായിരിക്കുമല്ലോ അവർ സിനിമയിൽ ചിലപ്പോൾ ഉപയോഗിക്കുക. അത്തരം സിറ്റുവേഷനിൽ നിങ്ങൾ എന്താ ചെയ്യുക? അല്ല, അത്തരം സിറ്റുവേഷൻ നമ്മൾ ഇങ്ങോട്ട് നമ്മളുടേതായ ഒരു അഡാപ്റ്റേഷൻ നടത്താൻ ഡയറക്ടർ അല്ലെങ്കിൽ അവിടുത്തെ ടീം നമുക്ക് പെർമിഷൻ തരുന്നുണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കും. അവരത് അനുവദിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് എറണാകുളത്തേക്ക് പോകുന്നു എന്ന് പറയുന്ന പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ എറണാകുളത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഏതെങ്കിലും ഒരു ജില്ലയും ഏതെങ്കിലും ഒരു സ്ഥലമൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ വളരെ ജനറലൈസ് ചെയ്തിട്ട് ഞാൻ ടൗണിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലേക്ക് ആക്കാം. ഇപ്പോൾ അവരുടെ സൂപ്പർ സ്റ്റാറിനെ കാണിക്കുന്ന സമയത്ത് മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി സാർ എന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമ എന്ന ഒരു ജനറലൈസ് ചെയ്തിട്ട് ആ വിഷ്വലിനോട് നീതി പുലർത്തുന്ന രീതിയിലേക്ക് മാറ്റുന്നു. ശരിയാണ്. ചില സ്ഥലങ്ങൾ ഇപ്പോൾ മുൻപേ ഏതൊരു അഭിമുഖത്തിൽ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. നമ്മളിപ്പോൾ ഹൈദരാബാദ് എയർപോർട്ടാണ് കാണിക്കണമെങ്കിൽ നമ്മൾ മലയാളികൾക്ക് അതല്ല, നമുക്ക് കൊച്ചി എയർപോർട്ട് അല്ലാതെ ഇപ്പോൾ അത് കാണിക്കുന്ന ഇപ്പോൾ എയർപോർട്ട് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് അതിനെ എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, ജനറലൈസ് ചെയ്ത് ആ വിഷ്വലുമായിട്ട് നീതി പുലർത്തുന്ന രീതിയിൽ ഈ സിനിമയെ എങ്ങനെ ഓഡിയൻസിനോട് ആളുകളെ പറ്റിക്കാൻ ശ്രമിക്കരുതല്ലോ. എല്ലാ സിനിമകളിലും സംഭവിക്കുന്ന കാര്യം തന്നെ. ഈവൻ കൽക്കിയിൽ പോലും അങ്ങനെ ഉണ്ട്. അത് ചില വാക്കുകൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അത് അവർക്ക് ഇപ്പോൾ അത് തെലുഗു അല്ലെങ്കിൽ ഹിന്ദി വേർഷൻ ആണ് എൻ്റെ ഒറിജിനൽ എങ്കിൽ അത് അവിടെ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയായിരിക്കും. അപ്പം നമ്മളതിനെ കോമൺ ആയിട്ട് നമുക്ക് വേറെ രീതിയിലേക്ക് ചേഞ്ച് ചെയ്യും.
അത് നമ്മൾ എടുക്കുന്ന ഒരു ഇതാണ്, ഫ്രീഡം ആണ്. അത് നമ്മുടെ ഒരു ഡയറക്ടർ ഫ്രീഡം ആണ്, ഇതിൽ എഴുതുന്ന സമയത്തുള്ള ഫ്രീഡം ആണ്. അതെ. ഇപ്പൊ അജിത്താണെങ്കിലും ദുൽഖറിനെ ചെയ്തിട്ടുണ്ട് അല്ലേ, വിജയ് ആണ് കൂടുതലും ചെയ്തിട്ടുള്ളത് തോന്നണു അല്ലേ. അപ്പോൾ ഇതിൽ ഏത് ചെയ്യാനാണ് എളുപ്പം? ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ പ്രേക്ഷകർക്ക് വേണ്ടി? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് നമ്മളൊരു ഒരു ഹോൾ സിനിമ നമ്മൾ ഈ മിമിക്രി ചെയ്യുന്ന പോലെ അല്ല ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു ടോൺ ഇങ്ങനെ പിടിച്ചിട്ട് ത്രൂ ഔട്ട് ചെയ്തു പോകുന്നതാണ്. അപ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ചെയ്യാനുള്ള. അത് നമ്മൾ ഈ ഫീഡ്ബാക്ക് കേട്ട് അദ്ദേഹത്തിൻ്റെതായ കുറേ പരിപാടികൾ ഇങ്ങനെ പിടിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരുപാട് ടേക്കുകളിലൂടെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പരിപാടിയാണ്. അദ്ദേഹം ചെയ്തത് ശരിക്കും പറഞ്ഞാൽ പൊന്നിയിൻ സെൽവനിൽ കാർത്തിക് ചെയ്തത് അജയാണ്. അതും നല്ലൊരു വർക്കായിരുന്നു. ചെയ്യാൻ ഡയലോഗ് ശരിയാണ്. നമുക്ക് ഡബിങ് ചെയ്യുമ്പോഴുള്ള സംവിധാനങ്ങളൊന്നും നമുക്ക് ഒരുപാട് ഇതുണ്ട്. ഇപ്പൊ സ്ക്രിപ്റ്റ് ഉണ്ട്, നമുക്ക് അവർ അഭിനയിച്ചിരിക്കുന്ന വീഡിയോ ഉണ്ട്, അവരുടെ പൈലറ്റ് ഓഡിയോ ഉണ്ട്. നമുക്ക് ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അരുൺ ചെയ്തെന്ന് വെച്ചാൽ അരുൺ ഈ ചെയ്യുന്ന ഈ ഡയലോഗുകളെല്ലാം ഭയങ്കര ഹിറ്റാണ്. ഒരുപാട് തവണ മെമ്മറി അങ്ങനെയൊക്കെ ഉള്ള ഞാനിത് വിക്രം ഈ പൊന്നിയിൻ സെൽവന്റെ ഒരു ഇതിന് അഭിനന്ദിച്ചിട്ടുണ്ടല്ലേ. ആ സമയത്തൊക്കെ വിക്രമിനോട് സംസാരിച്ചോ? അല്ല, വിക്രം സാർ ആയിരുന്നു അത് ചെയ്യിപ്പിച്ചത്. അപ്പം നമ്മൾ ശരിക്കും അത് അങ്ങനെ ഞങ്ങൾ ചെയ്യേണ്ടതൊന്നും അല്ല, അദ്ദേഹം തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു ട്രെയിലറിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നമ്മളൊരു ട്രാക്ക് എടുത്ത് അയച്ചു കൊടുത്തു. മലയാളം ഡയലോഗുകൾ നമ്മൾ എഴുതിയതിൻ്റെ ട്രാക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം കേട്ടിട്ട് പറഞ്ഞു, അത് നിങ്ങൾ ചെയ്യൂ, ഞാൻ എൻ്റെ ഗൈഡൻസിൽ നിങ്ങൾ വന്നിരുന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഒരു 4 ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അദ്ദേഹം നല്ല കമൻസ് പറഞ്ഞതിലും ഒരുപാട് സന്തോഷം. അപ്പോൾ അതാണ്, പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവില്ല. അവർ ഈ പ്രഭാസിനെയും വിക്രമിനെയും ഒക്കെ ഈ ദുൽഖറിനെയും വിജയിനെയും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഡയലോഗുകൾക്ക് പിന്നിലുള്ള കലാകാരന്മാരാണ് ഇവർ അല്ലേ. ഇനിയും ഒരുപാട് സിനിമകൾ ഇങ്ങനെ ബ്രഹ്മാണ്ഡ പാൻ ഇന്ത്യൻ സിനിമകൾ ഇങ്ങനെ വരട്ടെ, അതിനെല്ലാം ശബ്ദം കൊടുക്കാൻ കഴിയട്ടെ അല്ലേ. അപ്പോൾ ആശംസിക്കുന്നു, ഒരുപാട് ഉയരങ്ങളിൽ ഇനിയും എത്തട്ടെ. ഓക്കെ, താങ്ക് യു. നമ്മൾ റിപ്പോർട്ടർ ചാനലൊപ്പം ചേർന്നതിന്.